ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1991 മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. മമ്മൂട്ടി, മോഹൻലാൽ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ മാസ് അവസാനം റിലീസ് ചെയ്ത 91 മാർച്ച് മാസത്തിൽ ആകെ 6 ചിത്രങ്ങളാണ് തിയേറ്ററുകളിലെത്തിയത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 91 മാർച്ചിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ചിത്രമായിരുന്നു മാർച്ച് 1 തീയതി തിയേറ്ററുകളിലെത്തിയ രാഗം അനുരാഗം. വർഷങ്ങൾക്ക് മുന്നേ ചിത്രീകരണം പൂർത്തിയാക്കി ഡിലേഡ് റിലീസായി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രത്തിൽ മുകേഷ് ആയിരുന്നു നായകാവേഷത്തിലെത്തിയത്. ക്യാപ്റ്റൻ രാജു, അടൂർ ബാസി, ശിവജി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മാധുരിയായിരുന്നു നായിക. യാതൊരുവിധ ഹൈപ്പോ പബ്ലിസിറ്റിയോ ഇല്ലാതെ തിയേറ്ററുകളിലെത്തിയ രാഗം അനുരാഗം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു വമ്പൻ പരാജയമായിരുന്നു. ഡോക്ടർ ഷാജഹാൻ കഥാതിരകഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് നിഖിലായിരുന്നു. ഹരികിഷോറായിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 91 മാർച്ചിൽ പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു മാർച്ച് 15 റിലീസ് ചെയ്ത ജയറാം നായകനായി എത്തിയ എഴുന്നള്ളത്ത്. ചെല്ലം ഫിലിംസ് നിർമ്മിച്ച് ഹരികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു കോമഡി ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മുകേഷും സിദ്ദിഖും ജയറാമനോടൊത്ത് തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം മികച്ച കുടുംബ ചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. സിതാര നായികയായെത്തിയ ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, ജഗതി ശ്രീകുമാർ, കവ്യൂർ പൊന്നമ്മ തുടങ്ങിയവരും മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഹരികുമാറിന്റെ കഥയ്ക്ക് എസ് ബാസുരചന്ദ്രനായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. നല്ല ചിത്രമെന്ന അഭിപ്രായം നേടിയിട്ടും ബോക്സ് ഓഫീസിൽ എഴുന്നള്ളത്ത് ഒരു പരാജയ ചിത്രമായി മാറി. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ജോൺസൺ ആയിരുന്നു. 91 മാർച്ചിലെ അടുത്ത ചിത്രമായിരുന്നു മാർച്ച് 22 തിയേറ്ററുകളിലെത്തിയ മൂക്കില്ല രാജ്യത്ത്. ഒരു മുഴുനീള കോമഡി എന്റർടൈനറായ മൂക്കില്ല രാജ്യത്തിൽ മുകേഷ്, സിദ്ദിഖ്, തിലകൻ, ജഗതി ശ്രീകുമാർ എന്നിവരായിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 4 ഭ്രാന്തന്മാരുടെ കഥ വളരെ ഹാസ്യരൂപേണ അവതരിപ്പിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് അശോകൻ താഹ കൂട്ടുകെട്ടായിരുന്നു. ബി ജയചന്ദ്രൻ കഥാതിരകഥാ സംഭാഷണം ഒരുക്കിയ മൂക്കില്ല രാജ്യത്ത് കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകി. അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുത്ത ഈ ചിത്രം 91 ആവറേജ് വിജയം കൈവരിച്ച ചിത്രം കൂടിയായിരുന്നു. ജഗദീഷും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ വിനയപ്രസാദ്, സുചിത്ര, NN ബാലകൃഷ്ണൻ, രാജൻ പി ദേവ്, കൃഷ്ണൻകുട്ടി നായർ, ഫിലോമിന, പറവൂർ ഭരതൻ, കുതിരവട്ടം പപ്പു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന് മികവേകി. രോഹിണി ആർട്സ് ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. 91 മാർച്ചിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മാർച്ച് 22 തീയതി തന്നെ തിയേറ്ററുകളിലെത്തിയ അരങ്ങ്. ഗ്ലോറിയ ഫിലിംസിന്റെ ബാനറിൽ അഗസ്റ്റിൻ ഇലഞ്ഞിപ്പള്ളി നിർമ്മിച്ച് ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. തിലകൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ സുകുമാരനും മികച്ചൊരു വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. സായ് കുമാർ, അശോകൻ, ഗീത, ഷാരി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് ആലപ്പി ഷെരീഫായിരുന്നു. മികച്ച കോടതി രംഗങ്ങൾ കൊണ്ടും സമ്പന്നമായ അരങ്ങ് തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ യാതൊരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ടൊരു ചിത്രമായിരുന്നു അരങ്ങ്. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 91 മാർച്ചിൽ പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മാർച്ച് 28 തീയതി തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടിയുടെ നയം വ്യക്തമാക്കുന്നു. ബാലചന്ദ്ര മേനോന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ രാഷ്ട്രീയ കുടുംബ ചിത്രത്തിൽ ശാന്തി കൃഷ്ണ ഒരു ഇടവേളയ്ക്ക് ശേഷം നായികാവേഷത്തിലെത്തിയ ചിത്രം കൂടിയായിരുന്നു. ഗുഡ് നൈറ്റ് ഫിലിംസിന്റെ ബാനറിൽ R മോഹൻ നിർമ്മിച്ച ഈ ചിത്രം ബാലചന്ദ്ര മേനോനും മമ്മൂട്ടിയും ഒരുമിക്കുന്നു എന്ന പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ മികച്ച ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. എന്നാൽ ആ ഹൈപ്പിനെ അസ്ഥാനത്താക്കി ചിത്രം വേണ്ട രീതിയിൽ ബോക്സ് ഓഫീസിൽ ശോഭിച്ചില്ല. ജഗദീഷ്, ജനാർദ്ദനൻ, ഗണേഷ് കുമാർ, KPAC സണ്ണി, KP ഉമ്മർ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയത് സംവിധായകനായ ബാലചന്ദ്ര മേനോൻ തന്നെയായിരുന്നു. രാഷ്ട്രീയ കുടുംബ ചിത്രമായിട്ടും കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ നേടാതെ പോയതാണ് ചിത്രത്തിന്റെ പരാജയത്തിന് മുഖ്യ കാരണം. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്.
തൊണ്ണൂറ്റൊന്ന് മാർച്ചിലെ അവസാനത്തെ ചിത്രമായിരുന്നു മാർച്ച് 29 തിയേറ്ററുകളിലെത്തിയ മോഹൻലാലിന്റെ എവർഗ്രീൻ ക്ലാസിക് ഭരതം. സിബി മലയിലിന്റെ സംവിധായക മികവിലും ലോഹിതദാസ് എന്ന കഥാകൃത്തിന്റെ തിരക്കഥയുടെ മികവിലും സംഗീതത്തിനും അതിലുപരി കുടുംബ ബന്ധങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു ഭരതം. മോഹൻലാൽ കരിയറിലെ തന്നെ വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ മികച്ച കളക്ഷനിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് 91 നേടിയത്. നെടുമുടി വേണുവും വളരെ മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായിക. മുരളി, ലക്ഷ്മി, കവിയൂർ പൊന്നമ്മ, സുചിത്ര തുടങ്ങിയവരും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മികച്ച ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മുതൽക്കൂട്ടായി. മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ഈ ചിത്രത്തിൽ ഉർവശിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിരുന്നു. ആകെ സമ്മറി നോക്കുമ്പോൾ 91 മാർച്ചിൽ പുറത്തിറങ്ങിയ 6 ചിത്രങ്ങളിൽ ഭരതം സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ചപ്പോൾ മൂക്കില്ല രാജ്യത്ത് ആവറേജ് വിജയം കൈവരിച്ചു. ബാക്കി 4 ചിത്രങ്ങളും സാമ്പത്തികമായി പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ 91 മാർച്ചിലെ സക്സസ് റേഷ്യോ 25% ആണ്. ഇത്രയുമാണ് 91 മാർച്ചിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.